വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് WH ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. WH ക്വസ്റ്റ്യൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് വിവരങ്ങൾ പൂർണ്ണമായി അറിയുവാനും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുവാനും വേണ്ടിയാണ്. സാധാരണയായി WH ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായി വാട്സിൻ്റെ ഉപയോഗം പരിശോധിക്കാം. വേറെ ഒരാളെക്കുറിച്ചോ അവരുടെ ആഗ്രഹം, ആവശ്യം, മുൻഗണന എന്നിവ അറിയുവാൻ വാട്സ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്തു വേണം? വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം എന്താണ്? വാട്ട് ഡു യു നീഡ് ഫോർ ദ പ്രൊജക്റ്റ്? നിങ്ങൾക്ക് പ്രൊജക്റ്റിനായി എന്താണ് വേണ്ടത്? അടുത്തത് വേറാണ്. ഒരു സ്ഥലത്തെക്കുറിച്ചോ നിർദ്ദിഷ്ട സ്ഥലത്തെക്കുറിച്ചോ അറിയുവാൻ വേർ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: വേർ ഈസ് ദ ബാങ്ക്? ബാങ്ക് എവിടെയാണ്? വേർ ഡു യു ലീവ്? നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ്? വേർ ഡിഡ് യു മീറ്റ് യുവർ ഫ്രണ്ട് യെസ്റ്റർഡേ? നിങ്ങളുടെ സുഹൃത്തിനെ ഇന്നലെ എവിടെയാണ് കണ്ടത്? വേർ ഡസ് ഹി വർക്ക്? അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അടുത്തത് വെന്നാണ്. വെൻ ഒരു പ്രത്യേക സമയത്തെക്കുറിച്ചോ കാലയളവിനെക്കുറിച്ചോ ചോദിക്കുവാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: വെൻ ഈസ് യുവർ ബർത്ത്ഡേ? എന്നാണ് നിങ്ങളുടെ ജന്മദിനം? വെൻ ഡസ് ദ ക്ലാസ് സ്റ്റാർട്ട്? ക്ലാസ് എപ്പോൾ തുടങ്ങും? വെൻ ഡു യു പ്ലാൻ ടു ഗെറ്റ് മാരീഡ്? നിങ്ങൾ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? വെൻ ഷുഡ് വി മീറ്റ്? നമ്മൾ എപ്പോൾ കണ്ടുമുട്ടണം? അടുത്ത ഹൂ ആണ്. ഒരു വ്യക്തിയെയോ ആളുകളെയോ പറ്റി അറിയുവാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: ഹൂ ഡിഡ് ദാറ്റ്? ആരാണത് ചെയ്തത്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിൻ്റെ നല്ല സുഹൃത്ത്? ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി? ആരാണ് പാർട്ടിക്ക് വരുന്നത്? ഹൂ വാസ് യുവർ ഫേവറേറ്റ് ടീച്ചർ ഇൻ ഹൈസ്കൂൾ? ഹൈസ്കൂളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ആരായിരുന്നു? അടുത്ത ഹുമാണ്. ഇത് ഉപയോഗിക്കുന്നത് ഒരു വെർബിൻ്റെയോ പ്രിപ്പോസിഷൻ്റെയോ ഒബ്ജക്റ്റ് ആയാണ്. ഹൂം സാമ്യമുണ്ടെങ്കിലും ഹൂ ഉപയോഗിക്കുന്നത് സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാനാണ്. ഹുമ്മിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഹും ഡിഡ് യു മീറ്റ് യെസ്റ്റർഡേ? നീ ഇന്നലെ ആരെയാണ് കണ്ടത്? ടു ഹും ഡിഡ് യു ലെൻഡ് യുവർ ബുക്ക്? നിൻ്റെ പുസ്തകം ആർക്കാണ് കടം കൊടുത്തത്? ഹും ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി? നിങ്ങൾ ആരെയാണ് പാർട്ടിക്ക് ക്ഷണിച്ചത്? ടു ഹും ഷുഡ് ഐ അഡ്രസ് ദ ലെറ്റർ? ഞാൻ കത്തിൽ ആരെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഹൂസാണ് അടുത്ത ചോദ്യപദം. ഉടമസ്ഥതയെക്കുറിച്ചോ കൈവശ അവകാശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: ഹൂസ് ലാപ്ടോപ്പ് ഈസ് ദിസ്? ഇത് ആരുടെ ലാപ്ടോപ്പാണ്? ഹൂസ് പിക്ചർ ഈസ് ദിസ്? ഇത് ആരുടെ പടമാണ്? ഹൂസ് കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്? ആരുടെ കാറാണ് വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്? ഹൂസ് ആർ ദീസ് ഗ്ലൗസ്? ഈ കയ്യുറകൾ ആരുടേതാണ്? വിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്. ഒരു പ്രത്യേക ഇനത്തെക്കുറിച്ചോ ഒരു കൂട്ടം ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചോ അന്വേഷിക്കാൻ വിച്ച് ചോദ്യപദം ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: വിച്ച് കളർ ഡു യു പ്രിഫർ? ഏത് നിറമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? വിച്ച് മൂവി ഡു യു വാണ്ട് ടു വാച്ച്? ഏത് സിനിമയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? വിച്ച് AC ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്? ഏത് AC ആണ് ഏറ്റവും കാര്യക്ഷമതയുള്ളതെന്ന് നിങ്ങൾ കരുതുന്നു? വിച്ച് ഈസ് ദ ബെസ്റ്റ്? ഏതാണ് ഏറ്റവും നല്ലത്? വൈ ആണ് അടുത്ത ചോദ്യം. കാരണങ്ങളോ വിശദീകരണങ്ങളോ തേടുന്നതിന് വൈ ഉപയോഗിക്കുന്നു. ഉദാഹരണം: വൈ ആർ യു ഫീലിംഗ് അപ്സെറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥനാകുന്നത്? വൈ ഈസ് ദ പ്രൊജക്ട് ഡിലേഡ്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് വൈകുന്നത്? വൈ ഷുഡ് വി കൺസിഡർ യുവർ പ്രപ്പോസൽ?
നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ എന്തിനു പരിഗണിക്കണം? വൈ ഡു യു ഡിസൈഡ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ തീരുമാനിച്ചത്? അടുത്ത ഹൗ ആണ്. ഹൗ ഒരു WH ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് ആയതുകൊണ്ട് ഹൗവിനെയും WH ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തുന്നു. ഒരു കാര്യത്തിൻ്റെ മാർഗവും രീതിയും ചോദിച്ചറിയാൻ ഹൗ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്: He showed me how to use the new software. പുതിയ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. She explained how to solve the problem. പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് അവൾ വിശദീകരിച്ചു. How was the film? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? How are you feeling today? ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? മേൽപ്പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾക്ക് മുഖ്യമായി ഉപയോഗിക്കുന്നത്. ലഘു ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗും ഉപയോഗിക്കുന്നു. പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.